ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വീട്ടിലെ ചൂലിൻ്റെ സ്ഥാനം മാറ്റിയാൽ പോലും ആ വീട്ടിലേക്ക് മഹാലക്ഷ്മി കടന്നു വരുമെന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ വലിയ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം നമ്മൾക്ക് ചില കാര്യങ്ങൾ, ഇപ്പം നമ്മൾക്കൊരു ഓഫീസുണ്ട്, ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ അവിടെ സാമ്പത്തികം വരുന്നതായിട്ട് കാണാം. എന്ന് പറഞ്ഞ പോലെ വീട്ടിലും ചില കാര്യങ്ങളുടെ ഒന്ന് സ്ഥാനം മാറ്റിയാൽ തന്നെ അവിടോട്ട് ലക്ഷ്മി കടാക്ഷം, ലക്ഷ്മി ദേവി കടന്നു വരും. എന്ന് വെച്ചാൽ സാമ്പത്തിക ഐശ്വര്യമൊക്കെ നിസ്സാരം ചൂലിൻ്റെ ആ സ്ഥാനം തന്നെ ഒന്ന് മാറ്റി നോക്കിയാൽ നമുക്കത് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുന്ന നോക്കുക. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന നോക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അതിൻ്റെ ഗുണം ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പം ചൂലിൻ്റെ സ്ഥാനം വീട്ടിൽ നിങ്ങളൊന്ന് മാറ്റി നോക്കുക. ആ വീട്ടിലേക്ക് ലക്ഷ്മി കടാക്ഷം ഉറപ്പായിട്ടും വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റം ഉണ്ടാവും. എല്ലാത്തിനും ഉണ്ട് ഒരു പൊസിഷൻ, അത് എല്ലാത്തിനും ഉണ്ട്. ഇപ്പം ഞാനിപ്പം വീഡിയോ ചെയ്യുന്നത് ഞാനൊരു പൊസിഷനിൽ ഇരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പൊസിഷന് നേരത്തെ ഇരുന്ന പൊസിഷനെക്കാട്ടിൽ മാറിയാണ് ഞാൻ പിന്നെ ചെയ്യുന്നത്. അപ്പോൾ ആ പൊസിഷൻ മാറുന്ന അനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ അത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ഉണ്ട് ഒരു സ്ഥാനം, എല്ലാത്തിനും ഉണ്ട്. അത് നിങ്ങൾ അറിയാവുന്നവർക്കറിയാം. ഈ സ്ഥാനം മാറിക്കഴിയുമ്പോഴാണ്, പല കാര്യങ്ങളും സ്ഥാനം മാറിക്കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തകർച്ചകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇതോടുകൂടി ജീവിതം മാറും. കാരണം ഇതിനകത്ത് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ലോകത്ത് ആരും പറഞ്ഞു തരത്തില്ല. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ വെറുതെ പറയത്തില്ല. ചെയ്ത് നോക്കുക. ചെയ്തവർക്കൊക്കെ ഗുണമുണ്ടായിട്ടുണ്ട്. നല്ല കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് ഹസ്തരേഖ, സംഖ്യാ ജ്യോതിഷം, ഗ്രഹനില വിശകലനം ചെയ്യാൻ താല്പര്യമുള്ള ഒരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. പറ്റുന്നവർക്ക് ചെയ്യുന്ന രീതി പറയും. നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിലേക്കുള്ള ലളിതമായ വഴിപാടുകളും നല്ല പ്രാർത്ഥനകളും ഒക്കെ പറയാറുള്ളൂ. അത് ആവശ്യമുള്ളവർ ചെയ്യുക. ഇന്ന് ചെയ്താൽ നാളെ മാറ്റം വരുമെന്നൊന്നും ഞാൻ പറയത്തില്ല. ചിലർക്ക് മാറ്റം വരും, ചിലർ ആവർത്തിക്കേണ്ടി വരും. അതൊക്കെ ചെയ്യാവുന്നുള്ളവർ ചെയ്യുക. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്. ഇനി വീഡിയോയിലേക്ക് വരാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിശദമായിട്ടെല്ലാം പറഞ്ഞുതരാം. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഇവിടെ ചിലർ വിചാരിക്കും, ഇവിടെ ചൂലിനൊക്കെ സ്ഥാനമുണ്ടോ? നിങ്ങളത് സ്ഥാനം മാറ്റി നോക്ക്, അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ വരും. എല്ലാത്തിനും ഒരു പൊസിഷനുണ്ട്. നമ്മൾ ഇരിക്കേണ്ടതാണെങ്കിലും എല്ലാത്തിനും ഓരോ പൊസിഷൻസ് ഉണ്ട്. ആ പൊസിഷൻസിൽ അതിരുന്ന് കഴിയുമ്പോൾ അതിന് ഗുണം ഉണ്ടാകുന്നത്. പൊസിഷൻ മാറിക്കഴിയുമ്പോൾ ജീവിതത്തിൽ അതിൻ്റെതായ പ്രതിസന്ധികളും ഉണ്ടാകും. വീട്ടിൽ അലമാരി ഇരിക്കേണ്ട ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ ഇരുന്നാൽ അത് ഗുണമാകും. അതുപോലെ ചൂല് കഴിവതും നിങ്ങൾ വീടിൻ്റെ മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. ഈ വീഡിയോയിൽ ഉടനീളം മുഴുവൻ കണ്ടിട്ടേ ചെയ്യാവുള്ളൂ. അറ്റം മൂലം കേട്ടിട്ട് ചെയ്യരുത് കേട്ടോ. അത് കാര്യമുണ്ട്, അതുകൊണ്ടാണ് മുഴുവൻ കേൾക്കാം. ഇപ്പം ചൂല് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ, വടക്ക് പടിഞ്ഞാറേ മൂലയിൽ, അതൊരു മുറിയുടെ ആയിക്കോട്ടെ, നിങ്ങളുടെ വീടിൻ്റെ ആയിക്കോട്ടെ, വടക്ക് പടിഞ്ഞാറേ മൂലയിൽ മറച്ചു വെക്കണം. എന്തുമെങ്കിലും ഇതിൻ്റെ ഇടയിൽ വേണം ചൂല് വെക്കാൻ. ചൂല് മറഞ്ഞിരിക്കണം. ഇത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ഒന്നുകിൽ ഒരു റൂമിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറേ മുറിയുണ്ടല്ലോ, ആ മുറിയിൽ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ മറച്ചു വെക്കുക. അല്ലെ ഏത് മുറിയുടെ ആണെങ്കിലും വടക്ക് പടിഞ്ഞാറേ മൂലയിൽ മറച്ചു വെക്കണം. ചൂല് അങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ എന്നാൽ ചൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും എന്ന് പറഞ്ഞാൽ അത് വൃത്തിയാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനിരിക്കേണ്ട ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷനിൽ ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഗുണം ഉണ്ടാവും. കാരണം എന്നാന്ന് വെച്ചാൽ ഇതിനെല്ലാം ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങളുടെ വീടിന് തെക്ക് പടിഞ്ഞാറേ മുറിയിൽ ഞാൻ പറഞ്ഞിരുന്ന രീതിയിൽ നമ്മൾ വീട്ടിലേക്ക് തേങ്ങ മേടിക്കുള്ളൂ. അപ്പം കുറേ തേങ്ങ, ഒരു 5-10 തേങ്ങ ഒന്നിച്ച് വാങ്ങിയിട്ട് അത് ഞാനീ പറയുന്നൊരു മന്ത്രം ജപിച്ച് തെക്ക് പടിഞ്ഞാറേ മുറിയിൽ തേങ്ങ വെക്കുക. നിങ്ങൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന തേങ്ങയുടെ കാര്യമാണ്, വീട്ടിലേക്ക് അത് ഉപയോഗിക്കാം. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. ഒന്നുകൂടെ ജപിക്കാം. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം, അതുകൂടെ നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ. എങ്കിലും ഒന്നുകൂടെ ഞാൻ ജപിക്കാം. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. ഈ മന്ത്രം ജപിച്ച് വീടിൻ്റെ തെക്കു പടിഞ്ഞാറേ മുറിയിൽ
ആ തെക്ക് പടിഞ്ഞാറേ ആ മൂലയിലെ ഭാഗത്തായിട്ട് കുറച്ച് തേങ്ങ ഒരു ബോക്സിനകത്ത് വല്ലതും ഈ മന്ത്രം ജപിച്ച് വെക്കുക. സാമ്പത്തികം വരും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി തെക്ക് പടിഞ്ഞാറേ മുറിയിൽ നിങ്ങൾ വേറെ ഒരാൾ കിടക്കുകയാണ്, അല്ലെ വേറെ കാര്യങ്ങളാണെങ്കിൽ ഏത് മുറിയുടെ ആണെങ്കിലും തെക്ക് പടിഞ്ഞാറേ മൂലയിൽ തേങ്ങ ഇങ്ങനെ ഒരു 10-15 എണ്ണം ഒരു ബോക്സിനകത്തോ ഒക്കെ വെച്ച് ഈ മന്ത്രം ജപിച്ച് വെക്കുക. അത് ഏത് മുറിയുടെയും വെക്കാം. തെക്ക് പടിഞ്ഞാറേ മുറിയിൽ എന്തെങ്കിലും വെച്ചിരിക്കുകയാണെങ്കിൽ, സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ ഏത് റൂമിൻ്റെയും തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഈ മന്ത്രം ജപിച്ച് ഒരു ബോക്സിനകത്ത് ഒരു 10-15 തേങ്ങ ചൊവ്വാഴ്ച വീട്ടിലേക്ക് കയറ്റി വെക്കുക. അതായത് നിങ്ങളുടെ ആവശ്യത്തിന് അത് വീട്ടിലേക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ മനസ്സിലായോ? ചൊവ്വാഴ്ചകൾ ചെയ്യണത്. ഈ 10-15 തേങ്ങ അല്ലെങ്കിൽ 2-3 തേങ്ങ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് സാമ്പത്തികം വരും. ഇങ്ങനെ ഈ വീട്ടിലേക്ക് ലക്ഷ്മി കടാക്ഷം വരാൻ വേണ്ടി ചില രഹസ്യ വിദ്യകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് റൂമിൻ്റെ ആണെങ്കിലും തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് നോക്കി അലമാരി വെക്കുക. അതിൻ്റെ അകത്ത് പണം സൂക്ഷിക്കുക. അല്ലെ പണവുമായി ബന്ധപ്പെട്ട ബാങ്ക് പാസ്ബുക്ക്, പിന്നെ നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് അതിൻ്റെ സ്ലിപ്പ്, എന്ത് വേണമെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പച്ച പട്ടിനകത്ത് പൊതിഞ്ഞ് സൂക്ഷിക്കുക. അല്ലെ പച്ച കവറിനകത്ത് സൂക്ഷിക്കുക. അച്ചട്ട പൈസ വർദ്ധിച്ചു വരും. ഒരുപാട് അനുഭവം ഉണ്ട്. ഇത് ഞാൻ എത്ര കാലങ്ങളായിട്ട് വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അടുത്തിടയ്ക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണ് പറഞ്ഞത്. ഏത് റൂമിൻ്റെയും തെക്കു പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായിട്ട് അലമാരി വെക്കുക. ഇത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. ആ അലമാരിക്കകത്ത് ബാങ്ക് പാസ്ബുക്ക്, പണം ഒക്കെ വെക്കാം. ചുവന്നല്ല പച്ച പട്ടിനകത്ത് വെക്കാം പൊതിഞ്ഞ്, അല്ലെങ്കിൽ പച്ച കവറിനകത്ത് വെക്കാം. പണം വർദ്ധിച്ചു വരും. ഒരുപാട് അനുഭവം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ലക്ഷ്മി ദേവി വീട്ടിലേക്ക് ലക്ഷ്മി കടാക്ഷം കൂടുതൽ വരുത്തുന്ന ചില രഹസ്യമായ വിദ്യകളുണ്ട്. അത്തരം വിദ്യകളാണ് നമ്മൾ അറിയേണ്ടത്. അത്തരം വിദ്യകളാണ് ചെയ്യേണ്ടത്. ഇനിയും നിങ്ങൾ വീടിൻ്റെ ഏത് മുറിയിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാം. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്ന് കിഴക്കോട്ട് നോക്കി യാ ദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ ഇത് 3 തവണ ജപിച്ച് പണം ആവശ്യപ്പെടുക ലക്ഷ്മി ദേവിയോട്. ഇത് തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ വടക്കോട്ട് തിരിഞ്ഞ് 3 തവണ വാഗോണ്ട് ജപിച്ച് അമ്മ എനിക്ക് സമ്പത്ത് നൽകണേ. ആവശ്യപ്പെട്ടില്ലേ പോലും, ആവശ്യപ്പെടാത്തവർക്കും സമ്പത്ത് വന്നിട്ടുണ്ട്. ഒന്നും പറയണ്ടേ, മന്ത്രം ജപിച്ചാൽ മതി. സാമ്പത്തികം ധാരാളം വരും. ഞാനിത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. ഭഗവാന്റെ പാദം തൊട്ടാണ് പറയുന്നത്. അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഈ മന്ത്രത്തിന് വിശേഷ ശക്തിയുണ്ട്. അപ്പൊ നിങ്ങളുടെ ഏത് റൂമിന്റെ വേണേലും ചെയ്യാം. എല്ലാ റൂമിലും പോയി നിന്ന് ചെയ്യാനല്ല, ഏതെങ്കിലും ഒരു റൂമിൽ നിന്ന് ചെയ്താൽ മതി. നിങ്ങളുടെ സൗകര്യം പോലെ ഏത് റൂമിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാം. ആ റൂമിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നിന്ന് കിഴക്കോട്ട് നോക്കി രാവിലെ കുളി കഴിഞ്ഞ് വസ്ത്രമൊക്കെ കൊടുത്തോണ്ട് യാ ദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ 3 തവണ. ഇത് തന്നെ വടക്കോട്ട് തിരിഞ്ഞു അവിടെ നിന്നുകൊണ്ട് തന്നെ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് യാ ദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. ഉറപ്പായിട്ട് സാമ്പത്തികം വരും. നിത്യേന രാവിലെ ചെയ്യാം, വൈകിട്ട് സന്ധ്യയ്ക്കും വേണമെങ്കിൽ ചെയ്യാം. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകിൽ കുളിച്ചിട്ട് ചെയ്യുക, അല്ലെ കാലും കൈയും മുഖം കഴുകിയിട്ട് ചെയ്യാം. ഇനിയും ദിവസവും രാവിലെയും വൈകിട്ടും വീട്ടിൽ പച്ചക്കർപ്പൂരം കത്തിക്കുക. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. ഉറപ്പായിട്ടും ജീവിതം മാറ്റം വരും. ഇനി ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ തട്ടത്തിൽ കർപ്പൂരം കത്തിച്ചു, പച്ചക്കർപ്പൂരം വേണം. ഈ മന്ത്രം രാവിലെ വൈകിട്ട് ജപിക്കാൻ നല്ലതാണ്. ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. പച്ചക്കർപ്പൂരം പച്ചമരുന്ന് കടയിൽ കിട്ടും. അത് തലേദിവസം മേടിച്ചാൽ മതി. അത് ചെറുതായിട്ടൊന്ന് ഒടിച്ച് ഒരു ചെറിയ പീസാക്കി തട്ടത്തിൽ വെച്ച് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ മതി ഫോട്ടോയുടെ മുന്നിൽ. ഇനിയും കർപ്പൂരം തൊട്ട് വിളക്ക് കത്തിക്കുന്നിടത്തൊന്ന് പ്രാർത്ഥിക്കാം രാവിലെയും വൈകിട്ടും. ഈ മന്ത്രത്തിന് അത്ഭുത ശക്തിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ തരുമെന്നുള്ളതാണ്. ഈ അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. പിന്നെ വെള്ളിയാഴ്ചകൾ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി താമരപ്പൂ ദേവിക്ക് സമർപ്പിച്ചു ഈ മന്ത്രം ജപിച്ച് സമർപ്പിച്ചാൽ ഉറപ്പാണ് വലിയ സാമ്പത്തികം വരും. വലിയ സമ്പന്നന്മാരുണ്ട്, ദേവിക്ക് താമരപ്പൂ സമർപ്പിക്കുന്ന സമ്പന്നന്മാരുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് കേട്ടോ, വലിയ സമ്പന്നന്മാർ. അവർ ചെയ്യുന്നത് വെള്ളിയാഴ്ച അമ്മയ്ക്ക് താമരപ്പൂ സമർപ്പിക്കും. അപ്പോൾ ഈ മാല കെട്ടുന്നവരോട് പറഞ്ഞാൽ അവർ നമുക്ക് മേടിച്ചോണ്ട് വരും. മനസ്സിലായല്ലേ? വെള്ളിയാഴ്ച താമരപ്പൂ യാ ദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിതേ
നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ എന്ന് ജപിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ താമരപ്പൂ ദേവീക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ഒരു താമരപ്പൂ ആണെങ്കിലും മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്നോ രണ്ടോ എത്ര വേണമെങ്കിലും സമർപ്പിക്കാം, ഒരെണ്ണമെങ്കിലും സമർപ്പിക്കുക. അത്ഭുതകരമായ രീതിയിൽ സമ്പത്ത് വരുമെന്നുള്ളതാണ്. അതുപോലെ ഈ മന്ത്രം ജപിച്ച് നെയ്യോ നെയ്വിളക്കോ, ഒന്നുകിൽ നെയ്യ് അല്ലെ നെയ്വിളക്ക് രാവിലെയോ വൈകിട്ടോ വെള്ളിയാഴ്ചകളിൽ ഭദ്രകാളി അല്ലെ ദേവീക്ഷേത്രത്തിൽ സമർപ്പിച്ചാലും സാമ്പത്തികം വരും. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. ഇത് ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയ കാര്യമാണ്. ഞാൻ എത്രയോ ആളുകളുടെ കൈരേഖ പരിശോധിച്ചിരിക്കുന്നു, ഗ്രഹനില പരിശോധിച്ചിരിക്കുന്നു, സംഖ്യാജ്യോതിഷം പരിശോധിച്ചിരിക്കുന്നു. ഒരു 10 വർഷത്തിലേറെയായി 10,000-കണക്കിന് ആളുകളുടെ ഞാൻ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതം പറഞ്ഞാൽ ഈ വിശകലനവും പ്രാണായാമവും ഇതാണ് എൻ്റെ ജീവിതം. എൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഒറ്റ ബുദ്ധിയായിരിക്കും, അയാൾക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരാൾക്ക് പലതും കണ്ടെത്താനാകും, പലതും പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. മനസ്സിലായില്ലേ? എനിക്ക് പല കാര്യങ്ങളുടെ പുറമെ പോകേണ്ട ആവശ്യമില്ല, ഞാൻ ഇത് തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കിതിൽ പല കണ്ടെത്തലുകളും നടത്താനും ഞാൻ പറയുന്ന കണ്ടെത്തുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ അപകട മരണങ്ങളെ അല്ലെ അപകടങ്ങൾ ഉണ്ടായവർ, അതുപോലെ വെള്ളത്തിലൊക്കെ പോയി അപകടം ഉണ്ടായവർ, അതുപോലെ സാമ്പത്തികമായ തകർച്ച ഉണ്ടായവരെ, അബദ്ധങ്ങളിൽ പോയി സ്ഥലം നഷ്ടപ്പെട്ടവരെ, സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പോയി, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ, അതായത് പിച്ചക്കാരൻ മുതൽ കോടീശ്വരൻ വരെയുള്ള പല അപകടങ്ങളും ആപത്തുകളും ഒക്കെ നടന്നവര്, ദുർമരണം നടന്ന വീടുകള്, ഇങ്ങനെയുള്ള ഗ്രഹനിലകൾ ഞാൻ നിരവധി പരിശോധിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിൽ ക്ലിക്കായിട്ടുണ്ട്, ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല, അത് എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമാണ്. ഞാൻ അതൊക്കെ ഒരു ബുക്കിൽ എഴുതി അത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിലെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ പൊസിഷന്, ആവർത്തിക്കുന്ന ഗ്രഹനിലകളെ, കൈരേഖയിലെ സ്ഥിതികളെ, രേഖയുടെ ഡയറക്ഷന്, രേഖയുടെ ഡെവലപ്മെന്റ്, രേഖയുടെ സ്ഥിതികള്, സംഖ്യായുധം, ഇതെല്ലാം ഞാനൊരു ബുക്കിൽ എഴുതി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയുമോ? പല ആളുകളും അപകട മരണങ്ങളെ, ദുർമരണങ്ങളെ, അപകടങ്ങളെ, സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടുക, കുടുംബങ്ങൾ പല ദുരിതങ്ങളാൽ നശിക്കുക, ഇതൊക്കെ സംഭവിക്കുന്നത് ഞാൻ നിരീക്ഷിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ സംഭവിക്കുന്ന പല ആളുകളും ക്ഷേത്ര ദർശനം ചെയ്യാൻ വളരെ മനസ്സില്ലാത്തവരായിരുന്നു. വല്ലപ്പോഴും ഒക്കെ ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോയാലും മനസ്സോടുകൂടിയല്ല, ഇത് ചിലരോട്ട് പോകത്തുമില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് സംഭവിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഇതൊക്കെ വഴി മാറിപ്പോവും, വലിയ പ്രശ്നം വരത്തില്ല എന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്നല്ല. എങ്കിലും പല ആളുകൾക്കും ജീവിതത്തിൽ പല ഇതുപോലുള്ള തട്ടിപ്പുകളിൽ പോയി ചാടുക, അപകടങ്ങളെ, ദുർമരണങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒഴിവായി പോകുന്നുള്ളതാണ് മിക്കവാറും. നല്ല വിധിയാണ് എന്തായാലും നടക്കും. പക്ഷെ എങ്കിലും പലർക്കും ദൈവാധീനം കൊണ്ട് ചിലപ്പം ഒരു ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് അതങ്ങ് ഒഴിവായി പോകാൻ മതി. ആ രീതിയിൽ തന്നെ സംഭവിക്കണമെന്നില്ല. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞു കൊടുത്തവർക്ക്, ഇപ്പം ഞാൻ ഒരാളുടെ കൈരേഖ പരിശോധിച്ചപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ വെള്ളത്തിൽ പോയി മരണസമാനമായ സമയം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പുള്ളി വെള്ളത്തിൽ പോയി ഒരു ചെടി വന്ന് ചുറ്റി, പുള്ളി ചാകേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞു, ഇനിയും വെള്ളത്തിൽ നിങ്ങൾ പോയി കുളിക്കരുത്. പിന്നെ ഞാൻ ചില വഴിപാടുകൾ പറഞ്ഞു തന്നു. ഇന്നും ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. ഒരാളുടെ കൈരേഖ ഗ്രഹനില നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വണ്ടിയെ ഇരുന്ന് ഉറങ്ങുന്ന സ്വഭാവം ഉണ്ടോ എന്ന് ചോദിച്ചു. ഓട്ടോ ഓടിക്കുകയാണ് പുള്ളി. ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഒഴിവാക്കണം. പിന്നെ പരിഹാരം പറഞ്ഞു കൊടുത്തു. ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ചില ഈശ്വരാധീനം ഉണ്ടെങ്കിൽ പലതും ഒഴിവായി പോകുന്നതാണ്. പിന്നെ വിധി എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്, അത് എന്തായാലും നടക്കും. പക്ഷെ നമുക്ക് പ്രാർത്ഥന കൊണ്ട് ഒഴിവാക്കാവുന്ന കാര്യങ്ങളുണ്ട്. അതിന് പ്രധാനം ക്ഷേത്ര ദർശനമാണ്. നിങ്ങൾ വെള്ളിയാഴ്ച നിർബന്ധമായിട്ടും ഭദ്രകാളി അല്ലെ ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അമ്മയ്ക്ക് നമ്മളിൽ ഉള്ള പോലെ ഒരു ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുക. ഒരുപാട് ശത്രുദോഷങ്ങൾ, സമയദോഷങ്ങൾ മാറിപ്പോ. ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാലയ്ക്ക് ശക്തിയുണ്ട്. നെയ്വിളക്ക് സാമ്പത്തികം വരും. പിന്നെ കടുംപായസം നിങ്ങളെ ഉണ്ട് ചെയ്യുക, നിങ്ങൾക്ക് അതും സാമ്പത്തികത്തിന് വേണ്ടിയാ. വെള്ളിയാഴ്ചകൾ സാധിക്കുന്ന പോലെ രാവിലെയോ വൈകിട്ടോ ചെയ്യുക. അതുപോലെ കൃഷ്ണന് ത്രിമധുരവും ഭാഗ്യശക്തി പുഷ്പാഞ്ജലിയും വ്യാഴാഴ്ചകൾ സമർപ്പിക്കുക.
പക്ക നാളിന് ഭദ്രകാളിക്ക് രാവിലെ ഒരു കടുംബായുസം, അഷ്ടോത്തരാർച്ചന, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക് പറ്റുന്ന പോലെ ചെയ്യുക. രാവിലെ ഒരു ഗണപതി ഹോമം, വൈകിട്ട് ഭഗവതി സേവ. ഈ ഗണപതി ഹോമവും ഭഗവതി സേവയും 3 മാസത്തിലോ 4 മാസത്തിലോ ഒരിക്കൽ ആവർത്തിച്ചാൽ മതി. രാവിലെ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമഃ വാഗൊണ്ട് 3 തവണ ജപിക്കുക. പിന്നെ മനസ്സിൽ 3 തവണ ജപിക്കുക. അമ്മേ, എനിക്ക് സംരക്ഷണം നൽകണേ, സമ്പത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ, ഉയർച്ച നൽകണേ, എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണേ. ഉറപ്പായിട്ട് ഞാൻ ഈ പറഞ്ഞു കൊടുത്തവരൊക്കെ ജീവിതത്തിൽ ഏറ്റവും താഴെ പോയവർ ഇന്ന് നല്ല ഹൈറ്റ്സിൽ ജീവിതത്തിൽ ഉയർച്ചയിൽ ജീവിക്കുന്നവരുണ്ട്. രാവിലെ കുളിച്ചീറനോട് വസ്ത്രം എടുത്തുകൊണ്ട് കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇടതുകാല് മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടനെഞ്ചി തൊട്ട് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ വാഗൊണ്ട് 3 തവണ ജപിക്കുക, അല്ലെ 1 തവണ ജപിക്കുക. എന്നിട്ട് ഭദ്രകാളി അമ്മയോട് മനസ്സിൽ പറയാ, എനിക്ക് സംരക്ഷണം നൽകണേ, ഒരു ദുർശക്തിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് സംരക്ഷണം നൽകണേ, ഒരു അപകടങ്ങളും ഒരു ദുർമരണങ്ങളും ആപത്തുകളിലും പോയി ചാടത്തില്ല, എനിക്ക് സംരക്ഷണം നൽകണേ, സമ്പത്ത് നൽകണേ, ഐശ്വര്യം നൽകണേ, അമ്മ എന്നെ നയിക്കണേ, ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകണേ, ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകണേ, അമ്മയ്ക്ക് നന്ദി എന്ന് പറഞ്ഞ് പെട്ടെന്ന് തല തോർത്തുക, വെള്ളം താടരുത്. ഇട്ട് വലതുകാലം വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങണം, ഇടതുകാലം വെച്ച് കുളിമുറിയിലോട്ട് കയറണം. നിത്യവും ചെയ്യുക. കാരണം ഇത് പറയാൻ കാര്യം, പല ആളുകളും ചില ഗ്രഹനിലകളിൽ ഇപ്പൊ 8 ചന്ദ്രൻ വളരെ മോശമായിട്ട് നിൽക്കുന്നു. അയാൾക്ക് ഒരു ജീവിതത്തിൽ അധപ്പതനങ്ങളോ അപകടങ്ങളോ ഒക്കെ അപ്രതീക്ഷിതമായിട്ട് പല തകർച്ചകളും ഉണ്ടാകാം. 6 വ്യാഴം പിഴച്ചു നിൽക്കുന്നു, 12 ശനി പിഴച്ചു നിൽക്കുന്നു. മാത്രമല്ല ശനി 5-ാം ഭാവാധിപനും കൂടാണ്. ലഗ്നാൽ 5-ാം ഭാവാധിപനെ 12 മനസ്സ് 12 ആ വേർപെടലിന്റെ ഭാഗമാണ്. അവന്റെ മനസ്സ് എപ്പോഴും പ്രശ്നമായിരിക്കും, എന്തും ചെയ്യും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ. 5-ാം ഭാവാധിപനായ ശനി 12 നിൽക്കുന്നു. ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകം സൂക്ഷിക്കണം. അവൻ മനസ്സ് പോയാൽ അവൻ എന്തും ചെയ്യും. അവനെ ചെയ്യുന്ന എന്നാന്ന് അറിയാം, ഒരു വിഷമം തട്ടിക്കഴിഞ്ഞാൽ. കൃത്യമായിട്ട് ഞാൻ അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വഴിപാടാണ് പക്കനാളിന് ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം ഭദ്രകാളി ശിവന് ജലധാര, കരിക്കഭിഷേകം, കൂവളത്തിലാർച്ചന, മൃത്യുഞ്ജയാർച്ചന, ഒരു കൂട് ഭസ്മം ആവർത്തിക്കുക, ഒരു കുഴപ്പമില്ല. രാവിലെ കുളിച്ചിറനോട് കാളി കാളി ജപിക്കണം. കിടക്കപ്പായിരുന്ന് വടക്കോട്ടിരുന്ന് ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളി നമഃ ജപിക്കണം. വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക് ചെയ്യണം. മാസത്തിലൊന്ന് രാവിലെ ഗണപതി ഹോമം, വൈകിട്ട് ഭഗവതി സേവ ഭദ്രകാളി ക്ഷേത്രത്തിൽ പക്കനാളിന് ചെയ്യുക. പക്കനാളിനും കടുംബായുസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാലയും ചെയ്യണം. ഇത്ര ആളുകളാ ഏറ്റവും നല്ലതായിട്ട് ജീവിക്കുന്നറിയോ. ഇതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഈ അപകട മരണങ്ങളെ, ദുർമരണങ്ങളെ, വെള്ളത്തിൽ പോയി അപകടം ഉണ്ടായത് എത്രയോ ആളുകളുടെ ഗ്രഹനിലകളും കൈരേഖകളും ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നമുക്കറിയാം, ശ്രദ്ധിക്കണം. അല്ലാതെ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാൻ നമ്മൾ ആളല്ല, തമ്പുരാനാണ്. അതിനുള്ള കഴിവ് അറിവ് നമുക്കില്ല. പക്ഷെ ചില കാര്യങ്ങൾ വരുമ്പോൾ ചില വഴിപാടുകൾ ചെയ്യുന്നതും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും ഗുണമുണ്ടാകും. ഗുണമേ ഉണ്ടാകത്തുള്ളൂ, ദോഷം ചെയ്യത്തില്ല. പല ആപത്തുകളെ ഒഴിവാക്കാൻ പറ്റും. ട്രെയിൻ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്. ശ്രീരാമ ജയരാമ ജയ ജയ രാമ, ഓം നമോ നാരായണായ, ഈ മന്ത്രം 3 തവണ വീതം വാഹനം ഉപയോഗിക്കുന്നവർ വണ്ടിയെ കയറുമ്പോഴും ജപിക്കണം, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ജപിക്കണം. സ്വന്തമായിട്ട് വണ്ടി ഉപയോഗിക്കുന്നവർ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. വേലും മയിലും തുണയെന്ന് പ്രാർത്ഥിക്കുക, അല്ലെ വേൽ വേൽ വെട്രി വേൽ എന്നെ സുറ്റി കാക്ക് സുബ്രഹ്മണ്യ വേൽ എന്ന് പ്രാർത്ഥിക്കുക. ഒരാപത്തും ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും നിങ്ങൾ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ പത്രത്തിലും ഒക്കെ പലപ്പോഴും കാണാറുണ്ട്. അവർ എന്നാണെങ്കിലും ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞാൽ പോയി ചിലപ്പോൾ വെള്ളത്തിൽ ചാടുക, കിണറ്റിൽ ചാടുക. അവർ ജീവിതം എന്നാ ചെയ്യുന്ന അറിയത്തില്ല. ഒരു കാര്യം വീട്ടുകാർ പറയുക, അത് വേണ്ട ഇത് വേണ്ട, അല്ലെ അവർക്ക് ഇഷ്ടമല്ലാത്ത മൊബൈൽ ഫോണിൽ കളിക്കുന്നു, അത് വാങ്ങി വെക്കുക. അവർ പോയി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്നതായിട്ട് നമ്മൾ പത്രങ്ങളിലും ഈ ന്യൂസിലും ഒക്കെ വായിക്കാറുണ്ട്. അപ്പം നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, കുട്ടികളെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. ഇവരെ ചെറുപ്പം മുതലേ ക്ഷേത്രത്തിൽ വിട്ട് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. നല്ല ബുക്കുകൾ വായിക്കുന്നവരെ, നല്ല ഈശ്വരനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരിക്കലും പെട്ടെന്നൊരു ദേഷ്യത്തിന് ഒരു കടുങ്കയും ചെയ്യത്തില്ല, ജീവിതം അവസാനിപ്പിക്കത്തില്ല. ഒരു ദേഷ്യം വന്ന ഉടനെ ജീവിതം അവസാനിപ്പിച്ചേക്കാൻ ചിന്തിക്കത്തില്ല. നല്ല പുസ്തകങ്ങൾ വായിക്കുന്നവരെ, ഈശ്വരനെ കുറിച്ച് നല്ല അറിവുള്ളവര്, കാരണം അവർക്ക് ജീവിതത്തിന് വില അറിയാം, ജീവിതത്തിന്റെ മൂല്യം അറിയാം.
അത് അറിയാത്തതുകൊണ്ടാണ്, അവന് അറിവില്ലാത്തതുകൊണ്ടാണ് എന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞാലോ അല്ലെ വീട്ടുകാർ വഴക്ക് പറഞ്ഞാലോ അവനെ പോയി കിണറ്റി ചാടുക, അല്ലെ ഏതെങ്കിലും ചാടുക, എവിടെങ്കിലും ചാടുക, ജീവിതം അവസാനിപ്പിച്ചേക്കാൻ ചിന്തിക്കുക. ഇത് ഈ പത്രത്തിലൊക്കെ ഇപ്പോൾ വായിക്കാറുണ്ട്. ഒരുപാട് ന്യൂസുകൾ പത്രത്തിലെ ടി വിയിലൊക്കെ ന്യൂസ് വരാറുണ്ട്. കുട്ടികൾക്ക് എന്തോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ അതിന് അവരെ ചെറുപ്പത്തിലെ നല്ല കാഴ്ചപ്പാടുണ്ടാക്കണം. ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ വില മനസ്സിലാകണം. ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു ജീവിതം, ജീവിതം മുഴുവൻ ജീവിക്കാനുള്ളതാ. അതുകൊണ്ട് സമൂഹത്തിനും നാടിനും ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് പെട്ടെന്ന് ഒരു തോന്നലിന് അവസാനിപ്പിക്കാനുള്ളതല്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകണം, നല്ല പ്രാർത്ഥനകള്. നമ്മുടെയൊക്കെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഒരുപാട് ഈശ്വരീയമായ സങ്കല്പങ്ങള്, നല്ല നല്ല കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ അറിയുന്ന ഒരു കുട്ടിയും മോശമായി പോകത്തില്ല. അവരെ ഈശ്വരന്റെ വില, ജീവിതത്തിന്റെ വില ഇതൊക്കെ മനസ്സിലാക്കിക്കണം. അതിന് നല്ല നല്ല ക്ലാസ്സുകൾ, നല്ല നല്ല അറിവുകൾ കുട്ടികൾക്ക് കൊടുക്കണം. ആ കുട്ടികൾ ആരും ഒരു അബദ്ധവും കാണിക്കത്തില്ല. കുട്ടികളെ സ്നേഹിക്കണം, പക്ഷെ അതോടൊപ്പം അവർക്ക് നല്ല കാഴ്ചപ്പാടുകൾക്കുള്ള കാര്യങ്ങളും ചെയ്യണം. ഇന്നിപ്പം കുട്ടികൾക്ക് ഇപ്പം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥലങ്ങളും ഇല്ല. അവർ ഈ മൊബൈലിലൊക്കെ പല കാര്യങ്ങളും കണ്ട് അതിൻ്റെയൊക്കെ പുറകെ പോവുകയാണ്. അതിൻ്റെ കുഴപ്പം അവർക്ക് ജീവിതത്തിൽ ഉണ്ട് താനും. എന്ന് വെച്ചാൽ മൊബൈലിലെ പല 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 ഗെയിമിൻ്റെ പുറകെ, അതിൻ്റെ പുറകെ, ഇതിൻ്റെ പുറകെ ഒക്കെ പോവുകയാണ്. നല്ല നല്ല കാര്യങ്ങൾ അറിഞ്ഞാൽ, മൊബൈലിലാണെങ്കിലും നല്ല കാര്യങ്ങൾ അറിഞ്ഞാൽ നല്ലതേ ഉണ്ടാകത്തുള്ളൂ. ഇത് ഗെയിമിങ്, അത് ഇത് അങ്ങനെ പല കാര്യങ്ങളുടെ പുറകെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഇന്ന് പല കുടുംബങ്ങളിലും ഉണ്ട്. അപ്പോൾ അതിന് കുട്ടികളെ ഇപ്പം ഇത് രാമായണ മാസമാണ്. കുട്ടികൾക്ക് നല്ല നല്ല രാമന്റെ കഥകളും, അല്ലെ നല്ല നല്ല കഥകളും, നല്ല നല്ല കാര്യങ്ങളും, അതുപോലെ ഒരു 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 വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങള്, ഈശ്വര വിശ്വാസത്തിന്റെ വില, നല്ല മെഡിറ്റേഷൻസ്, ധാർമ്മികത, ഈശ്വര വിശ്വാസം കൊണ്ടുള്ള ഗുണങ്ങള്, ആധ്യാത്മികമായ നല്ല ക്ലാസ്സുകള്, ഇതൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. അവരൊക്കെ മിടുക്കന്മാരായിട്ട് വരും, സമൂഹത്തിന് ഗുണമുണ്ടാകുന്നവരാകും, ഒരുപാട് ഈ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ല തള്ളിക്കളയാം. ഇന്ന് പല പല കുടുംബങ്ങളിലും ഇപ്പം കുട്ടികൾക്ക് അവർ വേറൊരു മൈൻഡിലാണ്. പല കുട്ടികളും അവർക്ക് പുറം ലോകവുമായിട്ട് വലിയ ബന്ധമില്ല. അവരെന്തോ ഗെയിമോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നു. അതിൻ്റെ നാശം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുമുണ്ട്. അവർക്ക് ഒരു വിഷമം വന്നാൽ അതിനെ അതിജീവിക്കാനുള്ള മാനസിക കരുത്തില്ല. കാരണം ആ ജീവിതത്തിന്റെ ആ വില അവർക്ക് അറിയത്തില്ല. ജീവിതത്തിന്റെ അത് അറിയണമെന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കണം. അറിയത്തില്ലേ, അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പം അവർക്ക് നല്ല നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കണം. നല്ല മെഡിറ്റേഷൻസ്, ദൈവികമായ നല്ല കാര്യങ്ങളെ, നല്ല ബുക്സുകൾ വായിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പം നല്ല കാഴ്ചപ്പാടുണ്ടാവും. അപ്പൊ ഇന്ന് ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഈ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല വിദ്യാഭ്യാസം കാണും, മക്കൾക്ക് നല്ല അറിവ് കൊടുത്തില്ലെങ്കിൽ പ്രായമാകുമ്പോൾ ഇവരെ നോക്കേണ്ട ഈ മക്കളാ. അവൻ ചെറുപ്പത്തിൽ ഏതെങ്കിലും കടുങ്കൈ ചെയ്തു, ഒരു കാര്യം പറഞ്ഞ് അവന് ഇഷ്ടപ്പെട്ടില്ല, അവനെ കിണറ്റിൽ പോയി ചാടി, അല്ലെ എവിടെങ്കിലും കടുങ്കൈ ചെയ്താൽ ഈ അച്ഛൻ്റെ അമ്മയുടെ ജീവിതം പോയില്ലേ? അവരെ ആര് നോക്കും? അപ്പൊ ഈ മക്കളെ നല്ലതായിട്ട് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അച്ഛൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തമാണ്. ഒരു മോനും വന്ന് പറയത്തില്ല എന്നെ നല്ലത് പഠിപ്പിച്ചു തരാമെന്ന് ചോദിക്കത്തില്ല. നമ്മൾ നല്ല നല്ല കാര്യങ്ങൾക്ക് അവരെ പങ്കെടുപ്പിക്കണം. അപ്പൊ സത്യത്തിൽ ഈ ക്ഷേത്രത്തിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകണം. കുട്ടികൾക്ക് ആ ക്ഷേത്രത്തിലെ ദൈവികമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ ഇവർക്ക് നല്ല 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 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നല്ല നല്ല പ്രഭാഷണങ്ങൾ കേൾപ്പിക്കണം. സത്സംഗങ്ങളിൽ പങ്കെടുപ്പിക്കണം. ധ്യാനം, നല്ല മെഡിറ്റേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം. നല്ല രീതിയിൽ അവരുടെ കാഴ്ചപ്പാടിനെ വളർത്തിക്കൊണ്ട് വരണം. അവരൊക്കെ ധീരന്മാരായിട്ട് വളർന്നു വരണം. ഭീരുക്കളായിട്ടല്ല, ധീരന്മാരായിട്ട്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെ അതിജീവിക്കാനുള്ള ഉൾക്കരുത്ത് കുട്ടികൾക്കുണ്ടാകണം. ആ കരുത്തില്ലാത്തതുകൊണ്ടാണ് പലരും ജീവിതയാത്രയിൽ പകുതി വഴിക്ക് വെച്ച് ജീവിതം ചില കുട്ടികൾ അവസാനിപ്പിക്കുന്നത്. അവർക്ക് ജീവിതത്തിൽ ഉൾക്കരുത്താണ് ഉണ്ടായി വരേണ്ടത്. ഉൾക്കരുത്തിനുള്ള കാര്യങ്ങൾ അതിനുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണം. അതിന് മനോബലം കിട്ടാൻ വേണ്ടി ധാരാളം കാര്യങ്ങളുണ്ട്. മെഡിറ്റേഷൻസ് ഉണ്ട്, നല്ല നല്ല ബുക്സുകൾ വായിക്കുക, നല്ല നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കുക,
നല്ല നല്ല പ്രവർത്തനങ്ങളുടെ ഭാഗമാകുക. സമൂഹത്തിൽ നല്ല ആളുകളോട് കൂട്ടുകൂടിയാൽ പോലും നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. ഇത്തരം നല്ല കാര്യങ്ങൾ എല്ലാ കുട്ടികളിലും എല്ലാവരിലും എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. എല്ലാവരും ഒരുപാട് ജീവിച്ച് സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളും. ഓം നർപ്പവി നർപ്പവി നർപ്പവി.